സഹോദരി സഹോദരങ്ങളെ, വാട്ടർഫോർഡ് OICC ആദ്യമായി നമുക്കൊരു മീറ്റിംഗ് തുടങ്ങിയത് ഓഗസ്റ്റ് 15 നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷത്തോടനുബന്ധിച്ചാണ് നമ്മൾ ആദ്യമായി നമ്മുടെ OICC വാട്ടർഫോർഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. തുടർന്ന് OICCയുടെ ഏറ്റവും നല്ല പ്രവർത്തനം, ഏറ്റവും മനോഹരമായ പ്രവർത്തനമാണ് വാട്ടർഫോർഡ് നടന്നു പോകുന്നത്. തീർച്ചയായും അതിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനം നടക്കുന്നത് അതിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സാണ്. വളരെ വൈബ്രൻ്റായി വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന, പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്ന ഒരു കമ്മിറ്റി മെമ്പേഴ്സിന്റെ കൂടെ നിൽക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും അധികം അഭിമാനം തോന്നുന്നു എന്ന് ഈ നിമിഷം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. And today we gathered here to celebrate 75th Republic Day of India. And I want to just say a few words about 75th Republic Day celebration. As we celebrate our nation 75th Republic Day, we stand proud and happy, sharing our incredible story with the world. Our country's journey is a testament to the unwavering spirit that laid the groundwork for our authority. Republic Day observed on January 26th marks the day our constitution came to the life.
know Malayalam. I speak Malayalam. I give 10 rupees fine you. You speak Malayalam. You give 10 rupees fine me. Okay? Okay. Agreed. Agreed. You want to speak in English, right? Yeah. Now you explain to me in English how to make ladies finger fry. If the people who know real English, if they hear you, they'll think that you're mad. Yeah. To research it, I will have to come and suicide like Sylvia Plath and putting my head into the fire. Understand? Mother, Achu, നമുക്ക് മലയാളം മതി. മതിയോ? മതി. ഡാൻസിന് പാട്ടിനൊക്കെ ഞാൻ വെടിക്കുകയായിരുന്നു. സമൂഹകാര്യം വരെ ഞാൻ ഒട്ടിക്ക് പഠിക്കുന്നുണ്ട്. I am interested.
समझोगे उतनी होगी हैरानी। हम लोगों को समझ सको तो समझो दिल भर जानी, जितना भी तुम समझोगे उतनी होगी हैरानी। अपनी छतरी तुमको दे दे कभी जब से पानी, कभी नए पैकेट में बेचे तुमको चीज पुरानी। फिर भी दिल है हिंदुस्तानी, फिर भी दिल है हिंदुस्तानी, फिर भी दिल है हिंदुस्तानी, फिर भी दिल है हिंदुस्तानी।
പുള്ളിക്കാരന്റെ വീട്ടിൽ എന്തൊക്കെയോ കളവ് MLA മാരി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് നിനക്കറിയോ? ഈ MLA അടുത്ത മന്ത്രിസഭാ വികസനത്തിനൊരു മന്ത്രിയാ. ഈ കേസ് തെളിയിച്ചാൽ എനിക്കൊരു പ്രമോഷൻ ഉറപ്പാ. MLA മാരെ എത്തി. വെറും MLA അല്ല, അടുത്ത മന്ത്രി. നിനക്ക് വല്ല ശ്രദ്ധ ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ? എനിക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ പോലെ ഒരെണ്ണത്തിന് ഞാൻ കെട്ടില്ലായിരുന്നല്ലോ. സ്റ്റേഷനായി പോയി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നിങ്ങൾ. നമസ്കാരമുണ്ട്. എന്താ സാറേ പ്രശ്നം? എന്റെ വിലപ്പെട്ടതല്ല നഷ്ടപ്പെട്ടു സാറേ. കല്യാണത്തിന് മുമ്പും ശേഷം നീ ഇങ്ങനെ ഡബിൾ മീനിങ് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാര്യം പറ. ഇങ്ങോട്ട് പറഞ്ഞു. അതെ, എന്റെ ഭാര്യയുടെ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു. സാറ് ഇങ്ങനെ ഡബിൾ മീനിങ് പറയാതെ കാര്യം പറ. എന്താ പ്രശ്നം? നീ പറ. അത് ഈ സ്വർണ്ണം സ്വർണം എന്ന് പറയുമ്പോ സ്വർണം എന്ന് പറയുമ്പോ സ്വർണം. എന്ത് സ്വർണം? ഗോൾഡ്. അതെന്താ സ്വർണം? സർ, ഈ മാല പോലത്തെ ഒരു സാധനം. മാല? മാലയാണ്, പക്ഷെ കഴുത്തിലല്ല ഇടുന്നത്. പിടികിട്ടി, പാദസരം. പാദസരമാണ്, പക്ഷെ കാലിലിടാൻ പറ്റാത്ത ടൈപ്പ്. ഈ കിളിങ്ങയില്ല. ഏകദേശം ഇവിടെ ആയിട്ട്. ആ, മോതിരം. അരഞ്ഞാണോ? അരഞ്ഞാണോ? അതെ സർ. ഇതൊന്ന് കണ്ടുപിടിച്ച് തരണം. മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രന്റെ കാര്യം ഞാൻ ഏറ്റു. അതിന് പ്രത്യേകം പറയണോ സാറേ? ഞാൻ കണ്ടുപിടിച്ച് തരും. സാർ വേറെ സംശയമുണ്ടോ? സംശയമല്ല, ഉറപ്പാ. എന്റെ വീട്ടിലെ ഡ്രൈവർ ഗോവിന്ദൻ, അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് മാത്രം അവനോട് പറഞ്ഞിട്ടില്ല. ചന്ദ്രൻ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ തത്ത പറയുന്ന പോലെ അവൻ പറയും. അവനെ വിളിച്ചോടാ സാറേ. എന്റെ പേര് SI ചന്ദ്രൻ എന്നാണെങ്കിൽ അവനെ ഞാൻ 20 സഹിതം പൊക്കി. സാറേ, ഇത് 11 മണിക്ക് കഴിക്കേണ്ട ഗുളിക. കൊച്ചമ്മ, ദാ വെള്ളം. സാറേ, ഇത് കോങ്ങാട്ടെ ശിവക്ഷേത്രത്തിലെ പ്രസാദമാണ്. ശംഭോ മഹാദേവ. ചന്ദ്ര, ഇതൊക്കെ ഇതിന്റെ നമ്പരാ. ഇതൊരു പ്രസാദം. അങ്ങോട്ട് മാറിക്കണം. എന്താ സാറേ, പ്രസാദം ഇഷ്ടമില്ല? നിന്നെ വിളിപ്പിച്ചെന്നറിയോ? ഇല്ല സാർ. നിന്റെ കൊച്ചമ്മയുടെ അരഞ്ഞാണ മോഷണം പോയി. ഞങ്ങൾ ഒരു വീട്ടിൽ കഴിയുന്നവരല്ലേ സാർ? ഒരു വാക്ക് അവർക്ക് എന്നോട് പറയാറുന്നില്ലേ? ഒരു അന്യന്റെ കാണോ ഇതൊക്കെ ഞാൻ അറിയേണ്ടത്? അന്യനാണോ പെണ്ണി ചന്ദ്രൻ? ഒരു മിനിറ്റ് സാർ. പക്ഷെ നമ്മുടെ പിരി പിരി ഡിസൈനുള്ള 8 കണ്ണികളുള്ള എന്തില് ഡയമണ്ട് കുടപ്പനുള്ള അറിഞ്ഞാണോ മോഷണം പോയത്? ആ, അത് തന്നെ. ഡയമണ്ട് കുടപ്പനൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ഡീറ്റെയിലായിട്ട് പറയുന്നെങ്കിൽ ഇവൻ തന്നെയാ അതെടുത്തത്. എങ്ങനെയാണ് 8 കണ്ണിയും കൊടപ്പനും ഒക്കെ നീ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത്? സാറേ, എന്നെ തെറ്റിദ്ധരിക്കരുത്. അന്ന് ഈ അരഞ്ഞാണം വാങ്ങാൻ പോകാൻ നേരത്ത് ഞാൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു ഇല്ലേ സാർ? കണ്ടോ? അന്ന് 18 പവന്റെ ഒരെണ്ണം വാങ്ങാന്ന് പറഞ്ഞപ്പോ സാറാ പറഞ്ഞു ആന്റി ഒന്ന് ആലോചിച്ചിട്ട് ഈ 10 പവന്റെ ഈ അരഞ്ഞാണം പറയുന്നത് ഇല്ലേ സാർ? ഇല്ലേ സാർ? കണ്ടോ? അത് ശരി. 15 പവൻ പറഞ്ഞിട്ട് 10 പവൻ തന്നെ എന്നെ പറ്റിക്കുമല്ലേ ദുഷ്ടം. ആണോ? എപ്പോഴാണ് നിങ്ങൾ അരഞ്ഞാണം പോയി? ഒന്നോർത്തോ, എവിടെയെങ്കിലും വിളിച്ചാണോ? ഊരി വെച്ചതല്ല, ഞാൻ കിടക്കയിൽ എണീറ്റ് കുളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ അത് കാണുന്നില്ല. സാറേ, ഒരു സംശയം. ഇത് ഊരി വെക്കാത്ത സ്ഥിതിക്ക് സോപ്പിന്റെ വടിക്കലിൽ താഴെ വീണ് ഓടയിൽ ഒലിച്ചു പോയതാണോ? ആണോ? ആണെങ്കിൽ നിന്നെ കൊണ്ട് ഞാനത് എടുപ്പിച്ചു. മേഡം, മേഡം എത്ര മണിക്കാണ് കുളിക്കാൻ പോയത്? ചന്ദ്ര, കുളി ഇതുമായിട്ട് എന്താ ബന്ധം? എന്തിനെടുക്കണമല്ലോ സാർ? മേഡം, അപ്പൊ പറയാം. ഒരു 10 മണിയായി കാണും. 10 മണിക്ക് നീ എവിടെയല്ല? 10 മണി. 10 മണിക്കപ്പോ സാർ കാറിന്റെ ടിക്ക് നടന്ന് 2 കോടി രൂപ എടുത്തോണ്ട് വരാൻ പറഞ്ഞത്. 2 കോടിയാ? ബാറുകളെല്ലാം തുറന്നുകൊണ്ടേനെ കൈക്കൂലിയായിട്ട് മുതലാളിമാർ കൊണ്ടുവന്നില്ലേ? ആ എമൗണ്ട് സാറേ, ചന്ദ്ര ചുമ്മാ ഇതൊന്നും കറക്റ്റ് അല്ല. കറക്റ്റ് അല്ലാത്തതല്ലേ നോട്ടിന്റെ മെഷീൻ വെച്ച് സാർ വീട്ടിൽ എണ്ണി നോക്കിയത്. ആഹാ, അപ്പൊ ഹോട്ടലിലൊക്കെ മെഷീനുണ്ടോ? 2 എണ്ണം, ഒരെണ്ണം പഴയതാ അല്ലേ സാർ? നോട്ട് അടിക്കുന്ന മെഷീൻ അടുത്ത ആഴ്ച സാറേ, അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. സാറിന് ഓർമ്മ കാണില്ല. സാധാരണ 4 എണ്ണല്ലേ സാർ അടിക്കുന്നത്? അന്ന് 6 എണ്ണം. അത് സ്വന്തമായിട്ട് മാറ്റി സാധനം. പിന്നെ നമ്മുടെ ഗോഡൌണിൽ സാറ് തന്നെയല്ലേ വാക്കുന്നത്. സാറിന്റെ ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഫ്രണ്ട്സിന് വിൽക്കും. അപ്പൊ നിങ്ങൾ കുടിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളെ പറ്റിക്കായിരുന്നല്ലേ? അവന് തലപ്പലാന്താടി. നീ എന്നെ വിശ്വസിക്കരുത്. അവന് വിശ്വസിക്കരുത്. എന്തിനാണ് നീ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ചന്ദ്ര, എന്റെ കുടി അരഞ്ഞാണുമായിട്ട് എന്താ ബന്ധം? മര്യാദയ്ക്ക് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കും. ഓക്കെ. മേഡം, കുളിക്കാൻ കയറിയപ്പോ 10 മണി. കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എത്ര മണിയായി കാണും? ഒരു 11:30 ആയി കാണും. ഒരു 1.5 കുളിയായി. സോറി സാർ.
11:30 മണിക്ക് നീ എവിടെയായിരുന്നടാ? സോറി സാർ, കൊച്ചമ്മയും സാറിനെ തമ്മിൽ ഏൽപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയില്ല. എന്ത് കാര്യം? ഇല്ല സാറേ, ഒന്നാലും ഞാൻ പറയില്ല. എടാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. സാറ്, ആ സമയത്ത് ഞാൻ ഡിഗ്ലൂനെ കൊണ്ട് കളയാൻ പോയി. ആരുടെ ഇടികളോ? കൊച്ചമ്മ സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന പട്ടിക്കുട്ടി, അതിനെ കൊണ്ടുപോയി കളയാൻ സാറ് പറഞ്ഞു. എന്തിന്? സാറിന് കിട്ടേണ്ട സ്നേഹം മുഴുവൻ കൊച്ചമ്മ പട്ടിക്ക് കൊടുക്കുന്നുണ്ട്. പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. എന്റെ ഡിഗ്രി പുറപ്പെട്ടു പോയതാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കളഞ്ഞതാണല്ലേ. എന്നാലും ഗോവിന്ദ, നിനക്കെങ്കിലും എന്നോട് ഇതൊന്ന് തുറന്നു പറയാറുന്നടാ. ഇല്ല കൊച്ചമ്മ, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിക്കുന്ന ഒരു കാര്യവും ഞാൻ പറയില്ല. അങ്ങനെയാണെങ്കിൽ കൊച്ചമ്മയുടെ മറ്റേ കാര്യം എനിക്ക് സാറിന് എടുത്ത് പറഞ്ഞൂടെ? മറ്റേ കാര്യം? എന്ത് മറ്റേ കാര്യം? പറയണം. ഇല്ല സാറേ, എന്നെ കൊന്നാലും ഞാനത് പറയില്ല. പറയടാ, പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഒരു ദിവസം സാറിന്റെ അമ്മ സ്റ്റെപ്പിൽ നിന്ന് വീണ് നടപടിച്ചിട്ടേ അമ്മയെ വീട്ടാ സ്റ്റെപ്പിൽ എന്നെ വിളിച്ചത് കൊച്ചമ്മയാണ്. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാനല്ലേ എണ്ണ വാങ്ങിച്ചോണ്ട് കൊടുത്തത്, അതിന്റെ കാശ് ഒന്നും തന്നിട്ടില്ല. എടീ, നീ എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയല്ലേ? കൊല്ലാൻ നോക്കിയതല്ലേ, വേറെ ദിവസമായിരുന്നു ആഹാരത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. സാറന്ന് വയറിളക്കം പിടിച്ച് 6 ദിവസം ആശുപത്രി കിടന്നില്ലേ? അത് ഈ ആഹാരം കഴിച്ചില്ല. എടീ, വിഷം തന്ന് നീ എന്നെ എന്റെ അമ്മയൊക്കെ കൊല്ലാൻ നോക്കിയല്ലേ? ഓ, നിങ്ങൾ ചെയ്തത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. ഞാൻ എന്ത് ചെയ്തെന്ന്? ഒന്ന് പറയിപ്പിക്കുന്നത് എന്നെ കൊണ്ട്. സ്റ്റേഷനാണ്, തല്ലുപിടിക്കാൻ നിയമസഭയല്ല. ഇവര് തന്നെ വിളിക്കുക സാറേ, ഇവരുടെ ഇടയിൽ പ്രശ്നം സോൾവ് ആക്കാൻ ഇവർക്കൊരു കുട്ടിയില്ല. ഓഹോ, അപ്പൊ സാറിന് കുട്ടികളില്ലേ? ഇല്ല, സാറിന്റെ കുഴപ്പം കൊണ്ടാ കുട്ടികളുണ്ടാവാത്ത. പക്ഷെ കൊച്ചമ്മയുടെ പറഞ്ഞിരിക്കുന്നത് കൊച്ചമ്മയുടെ കുഴപ്പം കൊണ്ടാക്കാം. ആഹാ, അത് ശരി. ചുമ്മാ. ഒരു ദിവസം കൊച്ചമ്മയിരുന്ന് ഛർദ്ദിക്കണപ്പോ ഞാൻ ടെൻഷൻ അടിച്ചു പോയി. എന്റെ ഭാര്യ ശബ്ദിച്ചതിന് നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? സാറിന് കുട്ടികളുണ്ടാവില്ലല്ലോ, അപ്പൊ പിന്നെ ടെൻഷൻ അടിക്കണ്ടേ? അപ്പൊ ടെൻഷനെ കാണും. പിന്നെ നിന്റെ ടെൻഷൻ എങ്ങനെ മാറി? സംഭവം ദഹനക്കേടായിരുന്നു, ചക്കപ്പുഴുക്ക് കഴിച്ചത്. ചന്ദ്ര, ചക്കപ്പുഴുക്കിന്റെ കാര്യം വിട്, അരഞ്ഞാണത്തിന്റെ കാര്യം ചോദിക്കും. ആ, നീ ഡബ്ല്യൂനെ കൊണ്ട് കളഞ്ഞിട്ട് എത്ര മണിക്കാണ് അവര് തിരിച്ചെത്തിയേ? അവനെ കൊണ്ടുപോയിട്ട് എപ്പോഴാണ് തിരിച്ചു വന്നേ? 4 മണിയായി സാർ. ഞാൻ വീട്ടിൽ വന്നപ്പോ ജോലിക്കാരി ജാനകിയുടെ മുറിയിൽ വിളിച്ചു. 4 മണിക്കാ? എന്നിട്ട് നോക്കിയപ്പോ വേർത്ത് പിടിച്ച് സാറ് ജാനുവിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി. നേരത്തെ വിളിച്ചാ? ജാനുവിന്റെ മുറിയിൽ ഏസിയില്ല. സാറെന്തിനാ പറഞ്ഞേ? ഇതേ ചോദ്യം ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു ജാനുവിന്റെ 5000 രൂപ കടം കൊടുക്കാൻ പോയാണ്. വെളുപ്പും കാലത്താ? സാറിന് സഹായിക്കാൻ തോന്നിയാൽ പിന്നെ നേരവും കാലമൊന്നുമില്ല, ഇല്ലേ സാർ? പാവം ജാനു കണ്ണ് നിറഞ്ഞ് കൈകൂട്ടി പറയാ, ഒരു കാരണവശാലും 5000 രൂപ തന്നത് കൊച്ചമ്മ അറിയരുതേ. ഞാൻ ഇതുവരെ കൊച്ചമ്മയോട് പറഞ്ഞിട്ടില്ല, ഇല്ലേ കൊച്ചമ്മ? ദുഷ്ട, അപ്പൊ നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലേ? എടി, ഇവൻ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. നിനക്ക് എന്നെ സംശയം ഉണ്ടെങ്കിൽ വീട്ടിലെ CC ക്യാമറ ഉണ്ടല്ലോ, അതെടുത്ത് നോക്കും. ഞാൻ നോക്കും. അതിന് ജാനുവിന്റെ മുറിയിൽ CC ക്യാമറ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്യും. സാർ ഇറങ്ങിയിരുന്നല്ല, നിൽക്കുന്നതാണ് ജാനു. കണ്ടാ, ഇത് അന്ന് 5000 രൂപ കൊടുത്തു, ഇത് 10000 രൂപ ദിവസം എടുത്തത്. കണ്ടാ, ഒരു ദിവസം 25000 രൂപ കൊടുത്തിട്ടുണ്ട്. കണ്ടാ, ഇനി സാർ 3-4 വെച്ച് സഹായിച്ചത്. അയ്യോ, അത് വേറെ മെമ്മറി കാർഡില്ല. ഇല്ല. നിങ്ങളെ ഞാനിത് കൊല്ലും. എടി, ഇത് അവന്റെ കള്ളത്തരം മറിക്കാൻ അവൻ ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നതാ. നീ ഇങ്ങോട്ട് വന്നേ. എടി, അവനിങ്ങനെ കിടന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ഞാൻ നീ മാറി പുഴുക്കും. പിന്നെ ജനങ്ങൾ അറിയും എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടില്ല. പ്ലീസ്, നമുക്കൊരു കോംപ്രമൈസ്. എന്ത്? ഇവരുടെ ഒരു കാര്യം എന്താ മറവിയാണ് നിനക്ക്? നിനക്ക് മറന്നുപോയോ? ഇന്നല്ലാതെ. അയ്യോ, ഉണ്ട്, സാധനമുണ്ട്. ഇവരുടെ ഞാനേ മോഷണം പോയതല്ല, ഇവരുടെ ആരെയും തന്നെ ഉണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാറേ, ഒന്ന് തപ്പി നോക്കണം സാർ. അയ്യോ വേണ്ട, ഞാനിപ്പൊ തപ്പി നോക്കിയതേ ഉള്ളൂ. 2 ഉണ്ട് അല്ലേ? അതെ അതെ. ഇവർക്ക് പണ്ടേ മറവിലുണ്ട്. ഇടയ്ക്ക് എന്നെ എവിടെയെങ്കിലും ഒക്കെ മറന്നു വെച്ചിട്ട് പോകും അല്ലേ? അപ്പൊ ചന്ദ്ര സാറേ, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ ഈ കേസ് പിൻവലിച്ചു. എനിക്ക് ഒരു പരാതിയുമില്ല. സോറി. ഒറ്റേ പൊന്നെ ഒരു മിനിറ്റ് സാർ. അപ്പൊ സാറിന് പരാതി ഇല്ലല്ലോ? ഇല്ല. കൊച്ചമ്മയ്ക്ക് പരാതി ഇല്ലല്ലോ? പണ്ടേ ഇല്ലല്ലോ. സാറിനും കൊച്ചമ്മയ്ക്കും പരാതി ഇല്ലാത്ത സ്ഥിതിക്ക് സാറേ, ഈ അഞ്ചാണ് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാമല്ലോ. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ YSCC വാട്ടർഫോർഡ് യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ പ്രിൻസ് മാത്യു, YSCC അയർലൻഡ് പ്രസിഡന്റ് ശ്രീ ലിംഗസ്റ്റർ മാത്യു, ഇന്നിവിടെ നമുക്ക് റിപ്പബ്ലിക് ഡേ സന്ദേശം നൽകുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഫാദർ ജോമൻ കാക്കനാട്, ആശംസകൾ അറിയിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വാട്ടർഫോർഡ് സിറ്റി കൗൺസിലർ സ്റ്റെഫനി കേറ്റി, ആശംസ അറിയിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജോർജ് കുട്ടി പുന്നമട,
വാട്ടർഫോർഡ് സിറ്റി കൗൺസിലർ ഈവൻ ക്വിൻലിൻ, YSCC ജനറൽ സെക്രട്ടറി ശ്രീ സാൻജോ മുതവരിക്കൽ, YSCC വാട്ടർഫോർഡ് യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് സിജോ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കുട്ടികളെ, ജൂലൈ 18 ഒരു കൂട്ടം പ്രവർത്തകരുടെ പല ദിവസങ്ങളായിട്ടുള്ള ചർച്ചകളുടെയും ഒരുക്കങ്ങളുടെയും പൂർത്തീകരണമായി ശ്രീ ജോർജ് കുട്ടി പൊന്നമട അടക്കമുള്ള നേതാക്കൾ മുൻകൈയെടുത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് അതിലൂടെ ആയിരുന്നു YSCC വാട്ടർഫോർഡിനോട് ഒരു യൂണിറ്റ് എന്ന സ്വപ്ന സ്ഥാപനത്തിലേക്ക് ചൂടുവയ്ക്കാൻ അന്ന് സാധിച്ചത്. നമുക്കെല്ലാവരും അറിയാം, എല്ലാവർക്കും അറിയാം, ഇവിടെ എല്ലാവരും പ്രവാസ ജീവിതത്തിൽ എല്ലാവരും തിരക്കുള്ളവരാണ്. പ്രത്യേകിച്ച് വാട്ടർഫോർഡില് തിങ്ങി പാർക്ക് എന്ന നമ്മുടെ മലയാളികൾ തിങ്ങി പാർക്ക് എന്ന ഏരിയയിൽ ഒരുപാട് സംഘടനകളിലും അസോസിയേഷനിലും ഒട്ടുമിക്കവരും അംഗങ്ങളാണ്.